കൊണ്ട് ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്, വീട് വെക്കാൻ പോകുന്നുണ്ട് കണക്കും രേഖകളും വ്യക്തമാക്കാതെ ഇവിടെ നിന്ന് നേരിട്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് മേലിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഇതുകൊണ്ട് ഈ വേറൊന്നുമല്ല സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് 51 ആളുകൾക്ക് മാത്രമായിട്ട് ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പദ്ധതിയിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഈ നോട്ടീസ് ഇറക്കിയതിനകത്ത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധത ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് ലൈഫ് പദ്ധതി എന്ന വസ്തു വാങ്ങി തന്നിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും നഗരസഭയും കൂടെ ചേർന്നിട്ടാണല്ലോ. അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. ഈ നാട്ടിലെ വീട് വെച്ചു കൊടുത്ത് മാതൃകയായിട്ടുള്ള യുവജന സംഘടനകൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടെ നാടെന്ന് പറയും. ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണ സംവിധാനം തികച്ചും ജനാധിപത്യപരമായിട്ട് അല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ നഗരസഭയിൽ നമ്മുടെ കൗൺസില് കഴിഞ്ഞ ബഡ്ജറ്റ് ചർച്ച ചെയ്തു. അതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധൃതി പിടിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. അത് ധൃതി പിടിച്ച് നമ്മൾ കൗൺസിലിനകത്ത് മതിയായ രൂപത്തിലൊന്ന് ചർച്ച പോലും ചെയ്യാതെ എന്താണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ നഗരസഭ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശപ്പെട്ടിട്ടുള്ള കൗൺസിലർമാരുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത് തുടരെ നടപടികളെടുത്ത് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് ചർച്ചയ്ക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ്. ഒരു കോർപ്പറേഷന്റെ പേരിൽ 51 ആളുകൾ കൗൺസിലർമാര് ഡൽഹി യാത്ര നടത്തി PM-നെ കാണുമ്പോൾ അതൊരിക്കലും ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നതായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എങ്ങനെയാണ് ഈ പറയുന്ന 101 വാർഡിലെ കൗൺസിലർമാർ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് അത് 51 ആളുകൾക്ക് മാത്രമായിട്ട് ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പദ്ധതിയിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതേ രൂപത്തിൽ തന്നെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇന്നിപ്പോ രാവിലെ ഒരു അറിയിപ്പ് ഈ 101 കൗൺസിലർമാരെങ്കിലും അത്യാവശ്യം അറിയിക്കണമല്ലോ. ഇങ്ങനെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രാവിലെ ഗുണഭോക്താക്കളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഗമം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളത് ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാരെയെങ്കിലും ഒന്ന് അത്യാവശ്യം അറിയിക്കണമല്ലോ. ഇവിടെ വളരെ കൃത്യമായി നമ്മുടെ ഈ ലൈഫ് പദ്ധതിക്കകത്തുള്ള ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ കോർപ്പറേഷനകത്ത് PMAY പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ 12,311 വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ചെയ്ത 9,121 വീടുകൾ ഇതിനകം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 1,573 പേർക്ക് സ്ഥലം വാങ്ങിക്കൊടുത്ത് അതും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വപരമായി പങ്കുവഹിച്ച് പോകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിനകത്ത് തന്നെ 6 ലക്ഷത്തോളം വരുന്ന വീടുകൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ സ്റ്റേറ്റിനകത്ത് തന്നെ നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു പദ്ധതി ഒരു കോർപ്പറേഷൻ നടത്തുമ്പോൾ ആ പദ്ധതിയെ വളരെ നന്നായിട്ട് ജനാധിപത്യപരമായി നമ്മുടെ ഭരണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പകരം ഇവിടെ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുമോ, ഈ നോട്ടീസ് ഇറക്കിയതിനകത്ത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധത ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതിനകത്ത് നമ്മളൊരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രിയുണ്ട്, ഈ പറയുന്ന വകുപ്പ് മന്ത്രി ഇതിനകത്തുണ്ട്. അവരുടെയെങ്കിലും ഒരു പടമെങ്കിലും ഈ പറയുന്ന പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് അതൊന്ന് വെക്കണ്ടേ? ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിയെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയിട്ട് എന്ത് രാഷ്ട്രീയ ലാഭമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്? ഇതിലൂടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നായിട്ടുള്ള പദ്ധതികളെ
നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ പ്രവർത്തനങ്ങൾ ആകെ തകരം മറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും വീട് കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഇന്ത്യക്കകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കോർപ്പറേഷൻ മാത്രമാണ് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു ഓൺഗോയിങ് പദ്ധതി നമ്മുടെ മുമ്പിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് അതിന്റെ കണക്കുകൾ ഞാൻ പറഞ്ഞു. ആ പദ്ധതിയിൽ കൂടിയും നമ്മുടെ നഗരസഭ രണ്ടാമത് വെച്ചു കൊടുത്തിട്ടുള്ള തനതായി വെച്ചു കൊടുത്തിട്ടുള്ള വീടുകളും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം വീടുകൾ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു 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 സ്കീമിനകത്ത് തന്നെ നിങ്ങൾ നോക്കൂ. ഈ പറയുന്നത് പോലെ തന്നെ ഈ നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നോട്ടീസിന്റെ വാചകം എന്ന് പറയുന്നത് ലൈഫ് പദ്ധതി പ്രകാരം വസ്തു വാങ്ങിയിട്ടുള്ളവരെ സംബന്ധിച്ചാണ് പറയുന്നത്. ലൈഫ് പദ്ധതി എന്ന് വസ്തു വാങ്ങി തന്നിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും നഗരസഭയും കൂടെ ചേർന്നിട്ടാണല്ലോ. അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. ആ നോട്ടീസ് അംഗീകരിച്ചുകൊണ്ട് തുടങ്ങുന്നതല്ല പ്രശ്നം. ആ ഇതുപോലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഇതിനൊരു വകുപ്പ് മന്ത്രിയുണ്ട്, ഇതിനൊരു ഒരു ഭരണ സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടൊന്ന് ആലോചിച്ച് വേണ്ടേ ഇത്തരം പരിപാടികൾ ഈ പരിപാടികളൊന്നും നടപ്പിലാക്കേണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് വീടുകൾ വെച്ച് കൊടുക്കണം. അത് ഏത് സ്കീമിനകത്തായിരുന്നാലും, CSR ഫണ്ട് ആയിരുന്നാലും, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പോ മറ്റു, ഇതെല്ലാം നമ്മൾ നയപരമായിട്ടുള്ള തീരുമാനം, ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനമാണ്. പരമാവധി ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളതിന് വളരെ തുറന്ന സമീപനമാണ് ഈ സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. അങ്ങനെ ഒരു തുറന്ന സമീപനം ഉള്ളത് കൊണ്ടാണ് നാട്ടിലെ മുഴുവൻ ആളുകളും സഹായിച്ചുകൊണ്ട് 6 ലക്ഷം വീടുകൾ സംഭരിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന തന്നെ 20 കോടി രൂപ കളക്ട് ചെയ്ത് ഈ നാട്ടിലെ വീട് വെച്ചു കൊടുത്ത് മാതൃകയായിട്ടുള്ള യുവജന സംഘടനകൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് നേരെ, ഒരു വകുപ്പിന് നേരെയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജനാധിപത്യ വിരുദ്ധമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇതൊരു വെല്ലുവിളിയായിട്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ അല്ലെങ്കിൽ ഈ കൗൺസിലിനകത്ത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ ഈ വിഷയങ്ങളെ സംബന്ധിച്ച്. ഇതിനൊരു അജണ്ട വെച്ചിട്ട് ഇങ്ങനെ ഇത്തരം ആളുകളെ ഒരു ലൈഫ് മിഷനകത്ത് ഇത്ര 1576 പേർക്ക് സ്ഥലം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആ വാങ്ങി കൊടുക്കുന്നവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് തനതായ ഫണ്ടാണെങ്കിൽ തനതായ ഫണ്ടായിട്ട് നമ്മുടെ കോർപ്പറേഷന്റെ ബഡ്ജറ്റിനകത്ത് നിന്നാണെങ്കിൽ അത് ആ രൂപത്തിൽ പറയണം. ഇവിടെ അങ്ങനെ 20 കോടി രൂപ മാത്രമാണ് അതിന് വകയിരുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള എങ്ങനെയാണ് ഒരു 4 ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ച് ഈ പറയുന്ന ഓരോ വീടുകളും പൂർത്തീകരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടുത്തെ കൗൺസിലർമാരായിട്ടുള്ള ആളുകളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ മേയർക്ക്? അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ഒരു നാട്ടിൽ ഒരിക്കലും ചേർന്ന് നമ്മുടെ ഇവിടെ കോർപ്പറേഷൻ കൗൺസിലറിനകത്തുണ്ട്. ഇതിനകത്ത് എനിക്ക് മറ്റു പിന്നെ ആളുകളുടെ ഇതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷെ അതാത് വാർഡുകളിൽ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കെങ്കിലും ഈ പറയുന്ന ആർക്കൊക്കെയാണ് നമ്മൾ വിളിച്ചു കൂട്ടേണ്ടത്, അവരെങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അവർക്ക് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ? അതിനൊരു ജനാധിപത്യ സംവിധാനം വേണ്ട. ഇത് അങ്ങനെയാണോ കാണിക്കുന്നത്? ഇത് മറച്ചു പിടിച്ചുകൊണ്ട്, ഈ ലിസ്റ്റ് തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്, വീട് വെക്കാൻ പോകുന്നതിന്റെ കണക്കും രേഖകളും വ്യക്തമാക്കാതെ ഇവിടെ നിന്ന് നേരിട്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയവൽക്കരണമാണ്. ഇതിവിടെ നമ്മുടെ സംസ്ഥാനത്ത് എത്ര മാതൃകയായിട്ടാണ് ഈ പറയുന്ന ആളുകളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവർക്കും അർഹതപ്പെട്ടിട്ടുള്ള ഇതിനകത്ത് തീരുമാനം എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ലിസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണോ ലിസ്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന വീടുകൾ വെച്ചു കൊടുത്തത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിന്റെ ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരണമോ ഒന്നും ഈ കാര്യത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന ഒരു പദ്ധതിയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ശരിക്കു പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കാര്യത്തിനകത്തുണ്ട്. മേലിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഇതുകൊണ്ട് വേറൊന്നുമല്ല സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇതുകൊണ്ട് അപഹാസ്യരാകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് ഒരു ഭാഗമല്ല, ഈ കൗൺസിൽ യഥാർത്ഥത്തിൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം അപഹാസ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിനകത്ത് ചെയ്യുന്നത്.
ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കേവലം ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട്, ഒരു സംവിധാനത്തെ തന്നെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് വീട് കിട്ടുന്നതും അവർക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംരംഭത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തരുത്. എന്നാൽ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാമല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതല്ലാതെ ഒരു ഒന്നുമല്ലാത്ത ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ഇങ്ങനെ ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ CSR ഫണ്ട്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഞാനും ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നപ്പോഴത്തേക്ക് CSR ഫണ്ട്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ സ്ഥാപനങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വരുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടെ മാത്രമേ വരാൻ വേണ്ടിയിട്ടുള്ള നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിനകത്തുള്ളൂ എന്നുള്ളതാണ്. അതിനെല്ലാം സംസ്ഥാന ഗവൺമെന്റ് സ്വാഗതം തന്നെ ചെയ്യുന്നു. ആരെയും തടസ്സപ്പെടുത്തുന്നില്ല. വീട് വെച്ച് കൊടുക്കാൻ ആരെങ്കിലും മുതിർന്ന് 10 വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ ആ 10 വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് വന്ന് നമ്മുടെ നാട്ടിനകത്ത് ചെയ്താലും അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ തടസ്സമെന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു തർക്കമാണ്. അത് വളരെ നമ്മുടെ കേരള സമൂഹത്തിനകത്ത് വലിയ ചർച്ച നടന്നിട്ടുള്ള വിഷയമാണ്. അത്തരത്തിൽ ബ്രാൻഡ് ചെയ്യുന്ന വീടുകൾ വേണ്ടാമെന്നുള്ളിടത്താണ് നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ആ ബ്രാൻഡിങ് ആണ് പ്രശ്നമെന്ന് പറയുന്നത്. അത് ഓരോരുത്തർ നാളെ എടുക്കുന്ന ഒരു കോർപ്പറേഷന്റെ ഒരു ബ്രാൻഡിങ്, കേന്ദ്ര സർക്കാരിന്റെ ഒരു ബ്രാൻഡിങ്, സംസ്ഥാന സർക്കാരിന്റെ ഒരു ബ്രാൻഡിങ് അല്ലല്ലോ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു നല്ല മനസ്സാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിനകത്ത് വേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങൾ മേലിലെങ്കിലും കോർപ്പറേഷൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മേയറുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ ഒരു ജനാധിപത്യപരമായി കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനെന്ന് മാത്രമാണ് ഇതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്.